സംസ്കൃത സർവകലാശാല വിസിയെ പുറത്താക്കിയ ഗവർണറുടെ നടപടിക്കെതിരെ പ്രമേയം പാസാക്കി. സർവകലാശാല സിൻഡിക്കേറ്റ് യോഗമാണ് പ്രമേയം പാസാക്കിയത്. വിസി എം വി നാരായണനെ പുറത്താക്കിയ നടപടി നിയമവിരുദ്ധമെന്ന് പ്രമേയത്തിൽ പറയുന്നു. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, എന്തൊക്കെയാണ് പ്രമേയത്തിൽ ഗവർണർക്കെതിരെ എടുത്തു പറയുന്ന കാര്യങ്ങൾ? ഗവർണറുടെ നടപടി അത് നിയമവിരുദ്ധമാണ് എന്നാണോ പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്? ദിവ്യ, ഇന്ന് നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ഈ പ്രതിഷേധം രേഖപ്പെടുത്തി പ്രമേയം പാസാക്കിയത്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ആക്ടും സ്റ്റാറ്റ്യൂട്ടും വിഭാവനം ചെയ്തിട്ടുള്ള ചട്ടങ്ങൾക്ക് വിധേയമായാണ് വൈസ് ചാൻസലറെ നിയമിച്ചിട്ടുള്ളതെന്നും ഈ വൈസ് ചാൻസലർ എം വി നാരായണനെ കാലാവധി പുറത്താക്കുന്നതിന് മുൻപ് ജനാധിപത്യ വിരുദ്ധമായാണ് അല്ലെങ്കിൽ നിയമവിരുദ്ധമായാണ് പിരിച്ചുവിട്ടതെന്നും ഈ നടപടിയിൽ ഗവർണറുടെ ഈ നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതുമായിട്ടാണ് ഇന്ന് നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി പ്രമേയം പാസാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ അക്കാദമിക് കൗൺസിൽ പുനഃസംഘടിപ്പിക്കാതെ 4 വർഷ ബിരുദ പ്രോഗ്രാം നടപ്പാക്കുന്നതിന് വിഘാതം സൃഷ്ടിക്കുന്ന ഗവർണർ നടപടിയിലും യോഗം പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്രമേയത്തിൽ എഴുതി പാസാക്കിയിട്ടുമുണ്ട്. സിൻഡിക്കേറ്റ് അംഗം കൂടിയായ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA ആണ് പ്രമേയം അവതരിപ്പിച്ചത്. ഈ പ്രൊഫസർ ഡി സലീംകുമാർ പ്രമേയത്തെ പിന്താങ്ങുകയും ചെയ്തു. ഏതായാലും എം വി നാരായണൻ, വൈസ് ചാൻസലർ എം വി നാരായണനെ കാലാവധി പുറത്താക്കുന്നതിന് മുൻപ് പിരിച്ചുവിട്ട നടപടിയിലാണ് ഇന്ന് ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ആക്ട് സ്റ്റാറ്റ്യൂട്ട് വിഭാവനം ചെയ്തിട്ടുള്ള ചട്ടങ്ങൾക്ക് വിധേയമായി നിയമിച്ചിട്ടുള്ള ഈ വിസിയെ പിരിച്ചുവിട്ട നടപടിയിലാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദിവ്യ, ശരി, നിതിൻ സേവ്യറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.